ഇത് നമ്മുടെ ചിറയിൽ അഗ്രോ ഗാർഡൻസിൻ്റെ പ്ലാവിൻ്റെ ബഡ് തൈകളുടെ ഒരു ഏരിയ മാത്രമാണ് വരുന്നത്. അതായത് മൂന്നാമത്തെ ഏരിയ. ഇതുപോലത്തെ 1-2 ഏരിയ മുകളിലുണ്ട്. ഇത് നമ്മുടെ മൂന്നാമത്തെ ഏരിയ ആണ്. ഇനിയൊരു ഏരിയ വരാനുണ്ട്, 4 ഏരിയ ഉണ്ട്. ഇത് മൊത്തം പല ഐറ്റംസ് ഉണ്ട്. തേർഡ് 3, വിയറ്റ്നാം, സിന്ദൂർ, ഡെങ്സൂരി, സിന്ദൂറൊക്കെ പറയുന്ന റെഡ് ജാക്കുകളാണ്. അതായത് ചുവന്ന ചക്കകൾ വരുന്ന ഐറ്റംസാണ്. അതിൽ പെട്ട ഓരോ ഐറ്റംസ് ആണെന്ന് മാത്രം. പിന്നെ മുട്ടമരിക്ക, തേൻമരിക്ക പോലത്തെ എല്ലാ ഐറ്റംസും വരുന്നുണ്ട് ഇവിടെ ഈ ഒരു യാർഡിൽ. ഇതുപോലെ നമുക്ക് 2-3 യാർഡുകൾ വേറെയും വരുന്നുണ്ട്. ഒരു 10,000-ൽ കൂടുതൽ പ്രൊഡക്ഷൻ നമ്മൾ ഒരു മാസം ഇവിടെ ചെയ്യുന്നുണ്ടല്ലേ? ഓൾമോസ്റ്റ് നമ്മളൊരു ഇയർലി ഏകദേശം ഒരു 1 lakh നമ്മുടെ ഇത് വരുന്നത്, പ്രൊഡക്ഷൻ ഏകദേശം വരുന്നത്. ഇത് കമ്പോ എന്നിട്ട് എങ്ങനെ കമ്പ് എടുത്തിട്ട് ഇതിൽ മുകളുണ്ടോ നോക്കല്ലേ അതിഫ് ഭായ്? ഇതിൽ അറിയുണ്ടെങ്കിൽ നോക്കണം. ഓക്കെ, അതിൻ്റെ ഉൾവശം ഒന്നും കൂടി കാണിച്ചു തരും. ഇതിൽ പിള്ളേര് അറിയുണ്ടോ? ഈ ഒരു നടുവിൽ കാണുന്ന വെള്ള കളറാണ് അരി. അതിൻ്റെ 2 മുകൾ ഭാഗം അടിഭാഗം നമ്മൾ ചെത്തിക്കളയല്ലേ? ചെയ്തു വെച്ച തൈകളിന് നമ്മളിങ്ങനെ ലൈന് വെക്കും, ഇങ്ങനെ ജസ്റ്റ് ഒരു ലൈനായിട്ട്. അതിനുശേഷം സെക്കൻഡ് സ്റ്റേജ് ഇത് മുറിക്കുകയല്ലേ അതിന്റെ, അതായത് റൂട്ട് നമ്മൾ മുറിക്കും. കെട്ടയക്കും. ഓക്കെ, കുറച്ചുണ്ട്. അതിനുശേഷം നമ്മളിങ്ങനെ ഇതിന്റെ കെട്ടയക്കും, തൈകളുടെ ബഡിന്റെ കെട്ടയച്ചു മാറ്റും. നമ്മളെ കെട്ടിവെച്ച പ്ലാസ്റ്റിക് നമ്മൾ അയച്ചു മാറ്റും. അതായത് ബഡ് പിടിച്ച് കഴിഞ്ഞു ഉറപ്പ് ബഡ് പിടിച്ച് നോക്കിയിട്ട് വരും. എല്ലാം കെട്ടയക്കണം. അപ്പോഴേ ജസ്റ്റ് നമുക്ക് എന്നിട്ട് പച്ചപ്പുള്ള മാത്രം നിലനിർത്തും. അങ്ങനത്തെ ഉള്ളതിൻ്റെ തല നമ്മളിതുപോലെ വെട്ടിക്കളയും. എടുക്കുന്നുണ്ടോ? അതിൻ്റെയൊക്കെ നമ്മളിതുപോലെ 1 ഇഞ്ച് ഗ്യാപ്പ് 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് തലകളെല്ലാം നമ്മളിങ്ങനെ വെട്ടിക്കളയും. ഈ തല വെട്ടിക്കളഞ്ഞതിൻ്റെ ശേഷമാണോ ഇതിന് മുകളം വരിക? അതെ, തല വെട്ടിക്കഴിഞ്ഞാൽ ഇതിന് മുകളം വന്നു തുടങ്ങും. ഇവിടെ ഈ വരുന്ന സ്റ്റേജിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ തല വെട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ മുകളം പൊട്ടിത്തുടങ്ങും. മുകളം വന്ന് ശരിയായി വരുന്ന തൈകളാണ് ഇതൊക്കെ. ഇതിന്ന് പിടിച്ച് ശരിയായ തൈകളെ നമ്മളിങ്ങനെ ലൈനാക്കി ഇതിന്ന് എടുത്ത് മാറ്റി വെക്കും. അത് പിന്നെ അടുത്ത സെയിലിലേക്ക് പോകും. പിന്നെ വലുതാണെന്ന് കവർ മാറ്റലും അടുത്ത സ്റ്റേജിലേക്ക്. അത് നമ്മളൊരു ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് മുതൽ പ്ലാവിന്റെ ബഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു. അതെ. അപ്പൊ നമ്മൾ ഒരു ബഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊരു പൂർണ്ണത, അതായത് നമുക്ക് സെയിലിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് എത്ര സമയം വേണ്ടി വരുന്നുണ്ട്? നമ്മൾ ഈ കണ്ട തൈകളൊക്കെ നമുക്ക് എങ്ങനെ ഒരു 4-5 മാസത്തോളം ടൈം എടുത്ത തൈകളാണ് ഈ കാണുന്നത്. 4-5-6 വരെയുള്ള തൈകളാണ് ഈ കാണുന്നത്. അതായത് ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ തന്നെ നമുക്ക് 4-5 മാസത്തെ ടൈം വന്നിട്ടുണ്ടല്ലേ? അതെ. ഇത് നമ്മുടെ റംബൂട്ടാൻ്റെ ബഡിങ് ഏരിയയാണ്. നേരത്തെ നമ്മൾ പ്ലാവ് കണ്ട പോലെ റംബൂട്ടാൻ ബഡ് ചെയ്ത് മുളപ്പിക്കുന്ന ഒരു ഏരിയയാണ്. ഇതുപോലത്തെ അപ്പുറത്തെ ഒരു ഏരിയ കൂടെ നമുക്ക് വരുന്നുണ്ട്. ഇതൊരു ഏരിയയാണ്. ഇതേപോലെ ഒരു ഏരിയ അപ്പുറ സൈഡിലും വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ റംബൂട്ടാൻ്റെ ബഡ് മുളച്ച് വന്ന് നിൽക്കുന്ന ഒരു തൈയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബഡ് ചെയ്ത് ബഡ് കഴിഞ്ഞ ശേഷം കട്ട് ചെയ്ത് പ്ലാസ്റ്റിക് കഴിച്ചെല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് മുള വന്ന് നിൽക്കുന്ന തൈയാണ്. ഇതിൻ്റെ പല സ്റ്റേജുകൾ വരും. ഇതൊരു ലാസ്റ്റ് സ്റ്റേജാണ്. എല്ലാം കഴിഞ്ഞ് ഇതിൽ മുള വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജാണ്. ഇതിൽ മുള പൊട്ടി വരുന്നൊരു സ്റ്റേജാണിത്. ഇതിപ്പോൾ നമ്മൾ റംബൂട്ടാൻ്റെ തൈകൾ ഇപ്പം ഈ അടുത്ത കുറച്ച് മുളപ്പിച്ചതാണ്. ഫുള്ള് റൂട്ട് സ്റ്റോക്ക് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സീഡ്ലിങ്സാണ് മുഴുവൻ വരുന്നത്. നമ്മൾ ബഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതല്ലേ? അതായത് നമ്മളൊരു ജനുവരി ഫെബ്രുവരിയോട് കൂടി ഇതിൽ ബഡിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഇത് നമ്മുടെ മാവ്, ചിക്കു, വട്ടവളി ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഏരിയയാണ്. ഇത് നമ്മൾ കാണുന്നത് മാവിൽ തന്നെ ഒരു മാവിൽ 2-3 ഐറ്റംസ് വരുന്നതാണ്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ അതൊക്കെ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണല്ലേ? ഇവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിൽ 4 ചെയ്തിരുന്ന 2 നശിച്ചു പോയി. അപ്പൊ ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പല രീതിയുണ്ട്. 6, 7, 3, 4, 5 ഒക്കെ വരുന്നുണ്ട്. അത് കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട രീതി ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ഇവിടെ ഉള്ളത് നല്ല ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ എടുക്കുകയും ചെയ്യാം. അതുപോലെ മല്ലിക, അതുപോലെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് കായ്ക്കും തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതെ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ബട്ടർ ആണല്ലേ? അതെ, ഇത് എല്ലാം ഉണ്ട്. ഇത് ഗ്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. ഇവിടുന്ന് റെഡി ആയി നമ്മൾ പുറത്ത് വെക്കുമ്പോളെ വെറൈറ്റികളൊക്കെ നോക്കി വെക്കുള്ളൂ. ഇതിലിപ്പോൾ ജസ്റ്റ് ആണല്ലേ ഓരോ ഐറ്റംസ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിന് മാവ് 2-3 ഐറ്റം, ഓരോ ബോക്സ് ഓരോ ഐറ്റംസ് ആയിരിക്കും. അതിലൊക്കെ ഒരു ടാഗും ഉണ്ടാവും. നമുക്ക് ഓരോ ടാഗുകളും ഉണ്ടാവും. ഇതിൽ പണ്ടില്ല, ഇത് കാലാപ്പാടിയാണ്. ഇതിൽ ടാഗ് ഉണ്ടല്ലോ, ഇത് കാലാപ്പാടി ഐറ്റംസ് ആണ് വരുന്നത്. അതുപോലെ എല്ലാത്തിനും അതിൻ്റെ ടാഗ് ഉണ്ടാവും. ജസ്റ്റ് ആ കാണുന്നത് കോമാവ വരുന്നുണ്ട്.
അങ്ങനെ ഓരോ ഐറ്റംസിനും അതിൻ്റേതായ ടാഗും കാര്യങ്ങളും ഇട്ടിട്ടാണ് ഫുള്ള് വരുന്നത്. ജസ്റ്റ് നമ്മൾ ആയതായത് നമ്മൾ പുറത്തേക്ക് ഇറക്കുമ്പോൾ ആണ് പിന്നെ അത് നമ്മൾ ഒരു ഐറ്റം ഒരു സെക്ഷനിലേക്ക് പോകുന്നുള്ളൂ. ഇത് പോളിയോസിനുള്ളിൽ വെച്ച് ചെയ്യേണ്ടതായതുകൊണ്ട് ഇതെല്ലാം മിക്സ് ആയിട്ട് അതിനുള്ളിൽ ചെയ്യുന്നത്. ഇതിൽ ബട്ടറും ഗ്രാഫ്റ്റും എല്ലാം ഇതിൽ വരും. ഗ്രാഫ്റ്റിംഗ് എന്നുള്ളൊരു സെക്ഷൻ മൊത്തമായിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറി ചിക്കുണ്ട്, ബട്ടറുണ്ട്, മാവും എല്ലാം ഇതിൽ വരുന്നുണ്ട്. ഇന്ന് പുറത്തിറക്കി വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സെക്ഷനിലേക്ക് കൊണ്ടുപോകും, തരം തിരിച്ചു വയ്ക്കും. അതെ അതെ. ഇത് നമ്മുടെ മാവിന്റെ തൈകൾ തന്നെ ബഡ് ചെയ്ത തൈകളാണ്, മാവിന്റെ ബഡ് തൈകളാണ്. വി ഗ്രാഫ്റ്റ് മാത്രമല്ല ബഡ് മാവ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നത് എന്താ അത് രണ്ടും ചെയ്യുന്നുള്ള വ്യത്യാസങ്ങളും ബെനിഫിറ്റുകളും എന്താ? ബഡിന് ഒന്നുകൂടി ക്വാളിറ്റി കുറച്ചും കൂടുതലായിരിക്കും. ജസ്റ്റ് ഒന്നുകൂടി മറ്റൊരു ഗ്രാഫ്റ്റിനെ വെച്ച് ക്വാളിറ്റി കൂടുതൽ ബഡിനാണ് എപ്പോഴും വരാറ്. അതുകൊണ്ട് ബഡിന് റേറ്റും കൂടുതലാണ്. താരതമ്യേന ഗ്രാഫ്റ്റിനെക്കാട്ടി റേറ്റ് കൂടുതലായിരിക്കും. അത് നമുക്ക് കായ്ക്കുന്ന സമയത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? കായ്ക്കുന്ന ഏകദേശം രണ്ടും സെയിം തന്നെയാണ്. പിന്നെ വെറൈറ്റിക്ക് അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുന്നു മാത്രം. ഇത് നമ്മുടെ പോളിയോസ് ആണ്. നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഇതിനുള്ളിലാണ് വെക്കുക. അവർക്ക് വളർച്ച ആവശ്യമായിട്ട് സീഡ്ലിംഗ് വെക്കും, ഇവിടെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. എത്ര പോളിയോസ് നമുക്ക് മൊത്തം 8 പോളിയോസ് ഉണ്ടാവും. 8 പോളിയോസ് ഉണ്ടല്ലേ? അതെ. ഈ ഭാഗത്ത് 5 അവിടെ 3 ഇതിൽ എല്ലാ ഐറ്റംസും വരും. ഇപ്പം ഇതിൽ തന്നെ മാവ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ചിക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ബട്ടർ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, കൊടമ്പുളി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. കുരുമുളക് കുരുമുളക് ഉണ്ടോ നമ്മുടെ അടുത്ത്? 2 വള്ളി ഉണ്ടല്ലേ? തിപ്പല്ലിയിൽ ചെയ്യുന്നുണ്ട്. വള്ളി വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ വള്ളി കുരുമുളക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ധൈര്യമായിട്ട് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ തിപ്പല്ലി കംപ്ലൈൻറ്റ് ആവാതിരിക്കും, കുരുമുളകിന് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും. ഇത് നമ്മുടെ കൊടമ്പുളിയാണ്. കൊടമ്പുളിയുടെ ഗ്രാഫ്റ്റ് ചെയ്ത കൊടമ്പുളിയാണ് വരുന്നത്. ഇതിപ്പോൾ എന്തിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്? ഇത് കൊടമ്പുളിയുടെ തന്നെ തൈല് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. നമുക്ക് റിസൾട്ട് ഒക്കെ എങ്ങനെ? ഈ ഒരു തൈകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ട്? ഇതൊരു 3-4 വർഷം കൊണ്ട് നമുക്ക് ആവശ്യം കിട്ടും. ഇത് നമ്മുടെ ജാതിയുടെ ഏരിയയാണ്. ജാതി ഇവിടെയാണ് നമ്മുടെ ജാതിയുടെ ബഡ്ഡിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ജാതി സീഡ്ലിംഗ് ആണ്. ഇപ്പോൾ ഇത് ജാതി നമ്മൾ ബഡ് ചെയ്ത് വെച്ച ജാതിയാണിത്. ഇത് ജസ്റ്റ് ബഡ് വെച്ച് ലൈനാക്കി വെച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളിപ്പം ബഡ് കഴിഞ്ഞ് ഇത് കെട്ടയച്ച് വന്നു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഏകദേശം ജാതി ബഡ് പിടിച്ച ബഡാണ്. ജാതി ബഡ് പിടിച്ച് ബഡിൽ നിന്നും മുകളം വന്നു തുടങ്ങുന്നതാണ് ഇത് ജാതി. നമ്മൾ ഏതാ വെറൈറ്റി പറഞ്ഞത്? ഇത് കിണറ്റിൻകരയൊക്കെയാണ് നമ്മുടെ ഇവിടെ അധികം വരുന്നത്. അത് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റാണ് നമ്മൾ വീണ്ടും ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളിവിടെ മണ്ണിൽ മിക്സ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. അല്ലേ, മണ്ണിരയാണ്. ഓക്കെ. നമ്മൾ വെർമി കമ്പോസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇത് മിശ്രിതം ഇതാണ് നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നതല്ലേ? വളം ആയിട്ട് നമ്മൾ മണ്ണിൽ മിക്സ് ആക്കുമ്പോൾ വളത്തിന് പകരം ഇതാണ് അടിവളമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കാറ്. നമ്മുടെ യൂണിറ്റ് അതുപോലെ ഒരു യൂണിറ്റ് അപ്പുറത്ത് നമുക്ക് ഉണ്ടാകും. 2 യൂണിറ്റ് നിലവിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. 4 ബോക്സിന് 2 യൂണിറ്റാണ്. 8 ബോക്സ് മൊത്തം നിലവിലുണ്ട്. ഇത് നമ്മുടെ ചിറയിൽ ഗാർഡൻസിൻ്റെ പുതിയ ഓർച്ചാഡാണ്. നമ്മുടെ മാവിൻ്റെ ഓർച്ചാഡ് നമ്മൾ പുതിയ സെറ്റ് ചെയ്തതാണ്. നമുക്ക് സയനും കാറിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഓർച്ചാഡ്. അപ്പോൾ ഇത് പുതിയ കുറച്ച് വെറൈറ്റീസ്, കസ്റ്റമർ വെറൈറ്റീസ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതിൽ. നമ്മുടെ കാറ്റിമൂണ്, ബനാന, ഇർവിന് പോലത്തെ മാവുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ആയി വരുന്നുള്ളൂ. ചിലതൊക്കെ പൂട്ട് തുടങ്ങിയിട്ടുണ്ട്, ചിലതൊക്കെ ആവിയായി വരുന്നുണ്ട്. മറ്റൊരു പ്ലോട്ടാണ് മാവിൻ്റെ മരങ്ങൾ വെച്ചിട്ടുള്ളത്. ഇത് 2 വർഷം ആയിട്ടുള്ളൂ, കഴിക്കാനാവുന്നേ ഉള്ളൂ മാവുകളൊക്കെ. നമ്മൾ ഇത് എങ്ങനെയാണ് അകലൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്? ഇത് നമ്മൾ നഴ്സറി പർപ്പസ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു 3 മീറ്റർ 4 മീറ്റർ റേഞ്ചിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മളിത് പ്രൂൺ ചെയ്യും. അതായത് ഇതിന് സ്റ്റെംസ് നന്നായിട്ട് നമ്മൾ കട്ട് ചെയ്യും. അതെ, നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ചെയ്യുക. അത് മാങ്ങ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല. മാങ്ങ നമുക്ക് നമ്മുടെ കമ്പെടുക്കാനാണ്. നമ്മളപ്പം ഫസ്റ്റ് എന്തായാലും മാങ്ങ ഉണ്ടായ ശേഷം എടുക്കാൻ പറ്റുള്ളൂ. അതൊരു ചെറിയ രീതിയിൽ കട്ട് ചെയ്യുള്ളൂ. ഇതിന് ചുറ്റും മരങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതൊന്ന് തിങ്ങിയിട്ടേ വന്നു പോയത്. അപ്പോൾ മരങ്ങളൊക്കെ സൈഡിലേക്ക് മുറിച്ച് ഒഴിവാക്കി. ഇതൊന്ന് ഒരു പ്രൂണിങ് കൂടി ഇതിൽ ബാക്കിയുണ്ട്. ഇത് കഴിഞ്ഞ ഒരു പ്രൂണിങ് കൂടി നമ്മൾ നടത്തും. പ്ലാവിൻ്റെ ഒരു ഓർച്ചാഡാണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ മൊത്തം പ്ലാവിൻ്റെ ഒരു ഓർച്ചാഡായിട്ട് വരുന്ന ഏരിയയാണ്. പല ഐറ്റംസ് ഉണ്ട്. വിയറ്റ്നാം, മെർലി, സിദ്ധു, ഡെങ്സൂരി, കമ്പോ. നമ്മൾ ടോട്ടൽ നമ്മളെ ഈ ഒരു ചിറയിൽ ഗാർഡൻസ് സ്ഥിതി ചെയ്യുന്നത് എത്ര ഏക്കറിലാണ്? അത് ശരിക്കും നമ്മുടെ കോറിയുടെ ഒരു അനുബന്ധമായിട്ട് മൊത്തം 50 ഏക്കറോളം ഉണ്ട്. അതിലിപ്പോൾ ഒരു 30 ഏക്കറോളം നമ്മൾ 35 ഇപ്പോൾ 40 ആയിട്ടുണ്ട്. അങ്ങനെ ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് നമുക്ക് പറയാൻ കഴിയില്ല. എങ്ങനെ 30 ഏക്കറൊക്കെ എന്തായാലും ഉണ്ടാവും. 30 ഏക്കറോളം ആയിട്ട് ഭാവിയിലേക്ക് നമ്മുടെ ഈ 50 ഏക്കറും ചിറയിൽ ഗാർഡൻസ് നഴ്സറിയിലേക്ക് മാറും. അതെ, ആവും. എല്ലാത്തിലും ഫ്രൂട്ടൊക്കെ റെഡി ആയി നിൽക്കുന്നതാണല്ലേ? അതായത് ഇതാണ് നമ്മുടെ പ്ലാവിന്റെ മാതൃമരങ്ങൾ. അതെ, അത്യാവശ്യം നല്ല പഴക്കമുള്ള പ്ലാവുകൾ തന്നെയാണ് ഇവിടെ ഉള്ളതൊക്കെ കേട്ടോ. ഇത് നമ്മുടെ ചെറിയ ഗാർഡൻസിന്റെ റംബുട്ടാന്റെ മദർമര ഏരിയയാണ് വരുന്നത്. നമ്മൾ കാഴ്ച തുടങ്ങുന്നേ ഉള്ളൂ. ഇതിൽ നമുക്ക് ഒരു 8 മരത്തോളം പൂട്ട് കാഴ്ച തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എടുത്തു തുടങ്ങിയിട്ടില്ല. നമ്മൾ നല്ല കായ കഴിഞ്ഞ ശേഷം മാത്രമേ ഇതിൽ നിന്ന് എടുത്തു തുടങ്ങുള്ളൂ. നമ്മുടെ മറ്റുള്ള പ്ലോട്ട് ഉണ്ട്, അവിടെ നിന്നാണ് നമ്മൾ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. തൊട്ട് താഴെ നമ്മളെ പ്ലാവിന്റെ സെക്ഷൻ ആണല്ലോ. അതെ, ഇത് നമ്മുടെ പ്ലാവിന്റെ വേറൊരു ഓർച്ചാഡ് നമുക്കിവിടെ ഉണ്ട്. അതിൽ പെട്ട മറ്റൊന്നാണിത്. ഇത് നമ്മുടെ ഒരു റീറ്റെയിൽ ഏരിയ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. നമ്മുടെ റീറ്റെയിൽ ഏരിയ വരും ദിവസങ്ങളിൽ നമ്മളിത് സെറ്റ് ചെയ്തിട്ട് ഇവിടെ
വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതായത് ചെടികളൊക്കെ അടങ്ങുന്ന ഒരു റീറ്റെയിൽ മാർക്കറ്റും കൂടി നമുക്ക് ഇവിടെ വന്നെടുക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നുണ്ടല്ലോ. അതെ, ചെടിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ ചെറിയ വളങ്ങൾ, അങ്ങനത്തെ ചെറിയൊരു റീറ്റെയിൽ ഷോപ്പ് കാര്യങ്ങളും, അതുപോലെ തന്നെ റീറ്റെയിൽ ഒരു ഷോപ്പ്, അതായത് നമ്മുടെ റീറ്റെയിൽ ചെറിയ ഒരു ചെടിയുടെ ഒരു ഏരിയയും അതുപോലെ വളങ്ങളും ചേർത്തൊരു എക്കോ ഷോപ്പ് രണ്ടും കൂടി ചേർന്നൊരു ഇത് നമ്മൾ തുടങ്ങുന്നുണ്ട്. ഒരു ഹട്ട് പോലത്തെ, അതായത് നമ്മളൊരു വിപുലമായിട്ട് നമ്മൾ വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നമ്മളിവിടെ വൈൻഡിങ് അപ്പ് ചെയ്യാണ്. പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെയും ബൈ.